കോഴിക്കോട് കൂടരഞ്ഞിയിൽ വന്യജീവി ആക്രമിച്ചു കൊന്ന നിലയിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി. പാണ്ടിയാലപ്പടവിൽ ജോളിയുടെ പറമ്പിലാണ് ജഡം കണ്ടെത്തിയത്. നേരത്തെ കൂടരഞ്ഞിയിൽ പുലി കിണറ്റിൽ വീണ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, ഈ വന്യജീവി ഏതെന്നിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലേ? മലയോര മേഖലയാണ്, നിരന്തരം ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശം കൂടിയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആഴ്ചകൾക്ക് മുൻപാണ് ഈ പെരുമ്പുള്ളി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൂടരഞ്ഞിയിലെ ഈ സ്ഥലത്ത് ഒരു പുലി കിണറ്റിൽ വീഴുകയും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് കിണറ്റിൽ നിന്ന് ആ പുലിയൊക്കെ എടുത്തത്. എന്നാൽ ഏകദേശം ആ ഭാഗത്ത് തന്നെയാണ്, ആ പരിസരത്ത് തന്നെയാണ് ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടുള്ളത്. ആ വീടിന്റെ ആ ജോളിയുടെ പറമ്പിലാണ് ഇപ്പോൾ ഒരു കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമിച്ചതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. വന്യജീവി ആക്രമിച്ച് കൊന്നത് തന്നെയാണ്. ഇന്ന് രാവിലെ അവിടെയുള്ള ആളുകൾ ഈ പറമ്പിൽ ജോലിക്ക് പോയ സമയത്താണ് ജഡം ഈ രീതിയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ വനംവകുപ്പ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് ആ സ്ഥലമൊക്കെ പരിശോധിച്ചത് വന്യജീവിയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്ഥലത്ത് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയാണെന്നൊരു സംശയം അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ചെന്നായ കടിച്ചാൽ പോലും ഈ രീതിയിലൊക്കെ ആക്രമണം ഏൽക്കാം എന്നൊരു കാര്യമാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിലൊരു വ്യക്തത വരിക. അക്ഷയ. ശരി, എന്തായാലും ക്യാമറ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇംതിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും ഈ വന്യജീവി ഏത് വന്യജീവി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കുറെ വനംവകുപ്പൊക്കെ കുഴങ്ങിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. കിണറ്റിൽ വന്യജീവി വീണ സംഭവം, പുലി വീണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു കൂടരഞ്ഞിയിൽ എന്നുള്ളതാണ്.